പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ടോ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇനി വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ എന്നൊന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പിന്നെ മേപ്പാടിയിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നല്ലൊരു മഴയൊക്കെ കിട്ടി. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു പ്ലാൻ ഇട്ടതാണ്. എങ്ങോട്ടാ പോവാ? ഫോറസ്റ്റ് പിടിക്കാം. അപ്പോൾ ഞങ്ങൾ ഒന്ന് വെറുതെ ഗുണ്ടിൽപേട്ടൊക്കെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 2:45 ഉച്ച കേട്ടോ. ഉച്ച 2:45 ഏകദേശം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെയൊക്കെ മഴ കുറഞ്ഞതാണ്, നല്ല മഴക്കാരൊക്കെ ഉണ്ട്. അപ്പം മഴയൊക്കെ കൊണ്ടൊരു യാത്ര പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വടുവഞ്ചാലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോകാം. വടുവഞ്ചാലിന് നേരെ റൈറ്റിലേക്ക് മേപ്പാടി കൂടല്ലൂർ വഴി. ആദ്യം തമിഴ്നാടിൽ നിന്ന് നേരെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വഴി ഗുണ്ടിൽപേട്ട് കർണാടക. അവിടുന്ന് മുത്തങ്ങ വഴി നേരെ കേരളത്തിലോട്ട്. ഇത് നമ്മള് കേരള ബോർഡർ, കേരള തമിഴ്നാട് ബോർഡറിലേക്കാണ് എത്തുന്നത്. ചെറുതായിട്ട് മഴ ചാടുന്നുണ്ട്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. നല്ല ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെ നല്ലൊരു ചായക്കട ഉണ്ട്. നമുക്ക് എപ്പോൾ വന്നാലും കുടിക്കുന്ന ഒരു ചായക്കട നേരെ അങ്ങോട്ടാണ് പോകണം. അപ്പോൾ തമിഴ്നാടേക്ക് എത്തിക്കോ. ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഞങ്ങളെപ്പോഴും ഈ വഴി വരുമ്പോൾ ചായ കുടിക്കുന്ന ചായക്കട കേട്ടത്. പക്ഷേ ഇപ്രാവശ്യം പൂട്ടിക്കണം കേട്ടോ. ഞങ്ങൾ അങ്ങനെ പോകുന്ന ഒരു സൈഡിൽ ഒരു കട ഉണ്ട് കേട്ടോ. അവിടെ ചായ കുടിക്കാച്ചിട്ട് നിർത്തി. ഇവിടെ തന്നെ നല്ല അടിപൊളി വ്യൂ കേട്ടോ. അവിടെയൊക്കെ ചായത്തോട്ടത്തിൻ്റെ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലം നല്ല അടിപൊളി സ്ഥലം കേട്ടോ. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് നല്ലൊരു തണുപ്പുമുണ്ട്. പിന്നെ മൊത്തത്തിലൊരു നനഞ്ഞിട്ട് റോഡൊക്കെ നനഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു ഫ്രെയിം ആണ് കേട്ടോ. അത് ഞങ്ങൾ 2 ബ്രെഡ് ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 കൂടെ വന്നേ. എങ്ങനെയുണ്ട്? നമ്മൾ വരുന്ന വഴി കണ്ട ഒരു കാഴ്ച കേട്ടോ. നല്ല അടിപൊളി. ഉച്ച ആയിട്ടുള്ളൂ. ഉച്ച എത്രയായി ടൈമ്? 3:30 ആയിട്ടുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ തന്നെ ഇരുടാണ് പോലൊക്കെ തോന്നും. അവിടെ ഒരു ഫാക്ടറി എന്തോ ഉണ്ട് കേട്ടോ. അടിപൊളി. ചെറുതായിട്ട് കോട വരുന്നുണ്ട്. ചായ ഫാക്ടറിയാണ്. എറിനൊക്കെ ഒരു നൊങ്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അസാധ്യമായ വ്യൂ. ഫോണില് അത്ര ഇത് കിട്ടണില്ലേ അല്ലേ? നല്ല കോള അടിച്ചിറങ്ങണം കേട്ടോ. ഇത് എങ്ങനെ കഴിക്കും? എങ്ങനെ ഇത് എപ്പോഴും സാപ്പിടും? இது வந்து ஒடிச்சு தருவேன். உள்ள இருக்க தோலை எடுத்து சாப்பிடும்.
എങ്ങനെ തിന്നാ? തൊലി കളഞ്ഞിട്ട് തിന്നേണ്ടി വരും. ആ ജെല്ലി മാത്രം കഴിക്കേണ്ടി വരും. എന്നാ ഈ തൊലി കളയണോ? തൊലിയുടെ സോട്ടും നല്ലത് അൾസർ ഷുഗർക്ക്. ആ അൾസർ ഷുഗറിന് നല്ലതാണെന്ന് തൊലിയോടെ സാപ്പിട്ടത്. അപ്പൊ ഒരു കടി അടിച്ചു നോക്ക്. തൊലി എങ്ങനെ ഉണ്ടാവുന്ന അവിടെ? കടിക്ക് ഒരു കഷ്ണം കടിക്ക്. ടേസ്റ്റ് ഇല്ല കേട്ടോ തൊലിക്ക്. ജെല്ലി ഓ തൊലി ചെറിയ കയ്പുണ്ട്. തൊലി കയ്പായിരിക്കും. ഷുഗർക്കുണ്ടോ? ആ അതെ. പക്ഷെ അൾസറിനും പൾസറിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇത് കഴിക്കണേ. അയ്യോ ഞാനും തൊലിയോടെ കഴിച്ചാൽ എന്താ അൾസറിനൊക്കെ നല്ലതാന്ന് പറഞ്ഞു കേട്ടോ. തൊലി ചെറിയൊരു ചാർപ്പുണ്ട്. അൾസർ അസിഡിറ്റി. ഇവിടെ നിന്നപ്പോൾ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ആകെ മാറി. മുമ്പ് കണ്ടിന മല ഒന്നും കാണാനില്ല. മൊത്തത്തിൽ കോടിറങ്ങി. വളരെ പ്രകൃതി വാങ്ങി. ഒരു മധുരമില്ലാത്തൊരു ഇളനീ കഴിക്കുന്ന കാര്യമുണ്ട്. ക്യാമറ കൂടെ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല. ഇപ്പൊ ഞങ്ങൾ നിന്ന ഏരിയ മൊത്തം എവിടെയായി നോക്കി. നല്ല മഞ്ഞാണ് അസാധ്യമായ വ്യൂ. നോക്കി ഒന്നും കാണൂല. ഞാൻ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ലൈറ്റ് വരെ കാണൂല. അതാ സമയം 3:55. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടാൽ വൈകിട്ട് 5 മണി 6 മണി ഫീൽ ചെയ്യും. ഇതാ നല്ല കോടയാണ്. നല്ല കോട. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തിപ്പെട്ടത് പന്തല്ലൂര്. നല്ല കോട. നമ്മള് പന്തല്ലൂർ ടൗൺ കഴിഞ്ഞ് ഇങ്ങനെ നിർത്തിയാട്ടോ. ഓണം ദൂരം ഒരു ലൈറ്റും കാണാം. ഒന്നും കാണില്ല. പിന്നെ അടുത്ത് എത്തുമ്പോ കണ്ടാലായി. നല്ല കോടയാട്ടോ. വൈകുന്നേരം 4 മണിയായിട്ടുള്ളൂ. അടിപൊളി കാലാവസ്ഥ കേട്ടോ. നല്ല ഒന്നാന്തരം വ്യൂ. നല്ല മഞ്ഞ് പിടിച്ചാൽ നിങ്ങളെ കോടൊക്കെ കാണണമെങ്കിൽ വന്നോളി. ഈ ടൈമിൽ കയറി അടിപൊളി മൺസൂൺ. സൂപ്പർ. ഒരാഴ്ച കണ്ടിന്യൂസ് ഇതേ കാലാവസ്ഥ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മള് പിന്നെ പന്തല്ലൂർ ടൗൺ കഴിഞ്ഞ് പിന്നെ ദേവാല പിന്നെ നാടുകാണി പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് മുമ്പ് വന്നിട്ട് ഇങ്ങനെ നിർത്തിയാട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. നമുക്ക് നേരെ ഇങ്ങനെ പോകാണ്ട് കുറച്ചും കൂടി. ഏറെക്കുറെ നമ്മള് കൂടല്ലൂർ ടൗണിലെത്തി. ഇതാണ് കൂടല്ലൂർ ടൗണ്. ഇവിടെ നമ്മൾ തിരിയാൻ പോകണല്ലേ? എന്നിട്ട് നമ്മൾ തിരിയണം ഗുണ്ടൻപേട്ട്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയും കേട്ടോ. നമ്മള് ഇനി തമിഴ്നാട് അതുപോലെ ഫോറസ്റ്റിലേക്ക് കിടക്കാണ്. എന്നത്തെ പോലെ പതിവ് അതിഥികളാണ്. നമുക്ക് മാനാളല്ല വേണ്ട. പുലി, കടുവ, സിംഹം, ആന. ആന ചിലപ്പോ മിക്കവാറും കാണും. പുലിയോ കടുവ എന്താ നോക്കാം. പിന്നെ മഴക്കാലമായോണ്ട് ചാൻസും കുറവാണ്. കാരണം ഉള്ളിൽ തന്നെ വെള്ളം ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് മൃഗങ്ങൾ പുറത്ത് കറങ്ങാനുള്ള ചാൻസും കുറവാണ്. ഭാഗ്യം പോലെ ഇരിക്കും. ലെറ്റ്സ് സീ. കണ്ടു അവിടെ ഉണ്ട് ഒരാള്. ഇതൊന്നും വളർത്തണല്ലേ? തന്നെ
ബാത്ത് കഴിഞ്ഞ് നിൽക്കുന്നത്. ഇവിടെ വെച്ചിട്ട് വഴി തിരിയും. ഇത് മസനഗുഡി ഊട്ടി വഴി ഊട്ടിയിലേക്ക് പോകുന്ന റോഡാണ്. വലത്തോട്ട് ഈ ഇടത്തോട്ടുള്ള റോഡാണ് നമ്മൾ പോകുന്നത്. നേരെ മൈസൂർ റോഡ്, ഗുണ്ടൽപേട്ട് മൈസൂർ റോഡ്. അല്ലേ ഒന്ന് പേര് വെച്ചാളാ, പേര് വെച്ചാളാ അല്ലേ മോളെ? അല്ല മോനെ, മോനാണല്ലോ അല്ലേ മോനെ. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിലേക്ക് കയറുകയാണ്. കർണാടകയിലേക്ക് കയറുകയാണ്. ഇത് പോടാറുത്. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. അയ്യോ, അവിടെ ഒരു മയിലും. ചളിയിൽ കുളിച്ച് നിൽക്കുക. ഇതാ ഒരു കുട്ടിക്കൊമ്പനത് അപ്പുറത്തുണ്ട്. അങ്ങനെ നമ്മൾ കാടെല്ലാം കഴിഞ്ഞ് ഗുണ്ടൽപേട്ട മൈസൂർ റോഡിലേക്ക് കടന്നു. ഇവിടെ റോഡിൻ്റെ രണ്ട് സൈഡിലും പല പല കൃഷികളും സൂര്യകാന്തി തോട്ടങ്ങളാട്ടോ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് മുത്തങ്ങ ഫോറസ്റ്റിലേക്കാട്ടോ. നമ്മളിപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞു. മിക്കവാറും നമ്മൾ രാത്രി ആവട്ടോ മുത്തങ്ങ ഫോറസ്റ്റൊക്കെ കയറാൻ. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട ടൗൺ എത്തി. ഇവിടെ നമ്മൾ നേരെ ലെഫ്റ്റ് എടുക്കും. നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ്. ഒട്ടും മഴ പാടില്ല, അനുഭവം പാടില്ലാത്ത ഡിമാൻഡ് കുറയില്ലേ? നമ്മൾ ഇവിടുത്തെ ടോൾ ഗേറ്റിൻ്റെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ നിന്ന് ചായ കുടിച്ചിട്ടാട്ടോ പോകുന്നത്. ഇനി നേരെ അടുത്ത ഫോറസ്റ്റ് കയറാൻ പോകട്ടോ. ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് രാത്രി ആയിട്ടോ ഫോറസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാത്രി ആയതുകൊണ്ട് മൃഗങ്ങളെ കാണുന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല കേട്ടോ. പക്ഷേ 2 ആനകളെ കണ്ടു കേട്ടോ. മൊത്തത്തിൽ നല്ല അടിപൊളി യാത്ര ചെയ്യുന്നുണ്ടത്. പെട്ടെന്നുണ്ടായിരുന്നാണെങ്കിലും മഞ്ഞും കോടയും പിന്നെ നല്ല ചാറ്റൽ മഴയൊക്കെ കിട്ടിയിട്ടോ. അത്യാവശ്യം നമ്മൾ മൃഗങ്ങളെ കാണുകയും ചെയ്തിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.